ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. രാവിലെ വീട്ടിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ അടിയേറ്റതുപോലിരിക്കുകയാണ്. കാരണം എന്താണെന്നല്ലേ, അനുമോളെ ഓണവിഭവം ഉണ്ടാക്കുവാൻ വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാറിൽ കൂടി പ്രേക്ഷകർ തിരഞ്ഞെടുത്തിരിക്കുന്നു. അനുമോളാണ് ആ വീട്ടിലെ അടുക്കളയിൽ ഏറ്റവും അധികം അവഹേളനം അനുഭവിച്ചിട്ടുള്ളത്. ഭക്ഷണം വിളമ്പുന്നു, സ്നേഹമില്ലാതെ വിളമ്പുന്നു, വാടാ പോടാ എടി പോയി പണി നോക്ക്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യത്തുള്ളൂ, ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ട് അനുമോളെ നിരന്തരമായി അടുക്കളയിലിട്ട് വേട്ടയാടുകയാണ്. അനുമോളെ കിച്ചൺ ഡ്യൂട്ടിക്ക് ഇടുന്നത് തന്നെ അടുക്കളയിലിട്ട് അടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അവളെ അടുക്കളയിലിടണം, എന്നെയും അടുക്കളയിലിടണം, ഈ ആഴ്ച കൊണ്ട് അവളുടെ വെടി ഞാൻ തീർത്തു കൊടുക്കും, ഇതായിരുന്നു അപ്പാനി വിളിച്ചു പറഞ്ഞ വലിയൊരു ഡയലോഗ്. അങ്ങനെ അടുക്കളയ്ക്കകത്തിട്ട് ചുറ്റിലും നിന്നുകൊണ്ട് അടിച്ചരിപ്പയാക്കുക, എന്നിട്ടെടുത്ത് പുറത്ത് കളയുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ വീട്ടിലെ ശത്രുക്കൾ പോലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഉണ്ടാക്കുന്ന ഫുഡ് അത് വളരെ ടേസ്റ്റിയാണ് എന്നുള്ളത്. അങ്ങനെ പലയാവർത്തി പലരും വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ അനുമോളോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് ആരെങ്കിലും തിരഞ്ഞെടുത്തതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് ആ വീട്ടിൽ അനുമോളെങ്കിൽ ഈ പ്രാവശ്യത്തെ ഓണവിഭവം ഒരു സ്പെഷ്യൽ ഐറ്റം അനുമോൾ തന്നെ ഉണ്ടാക്കട്ടെ എന്നുള്ള ആ ഒരു വലിയ നിഗമനത്തിലേക്ക് മെജോറിറ്റി പ്രേക്ഷകരെത്തിയിരിക്കുന്നു. ഹോട്ട്സ്റ്റാറിൽ കൂടിയാണ് അനുമോൾക്ക് വോട്ട് ചെയ്ത് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു ലെറ്റർ ബിഗ് ബോസ് അവിടെ വായിച്ചതോടുകൂടി തന്നെ എല്ലാവരുടെയും മുഖം വാടിപ്പോയി. പ്രത്യേകിച്ച് ചില ആൾക്കാർക്കൊക്കെ ഇരുട്ടടിയേറ്റതുപോലെ ആയിപ്പോയി. ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമോളെയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുകയും ഉടൻ തന്നെ ഡോക്ടർ ബിന്നിയുടെ മുഖമാണ് കാണിക്കുന്നത്. ബിന്നി ഒരുമാതിരി എന്താ പറയുക, കടന്തൽ കുത്തിയ പോലുള്ള മുഖഭാവത്തോടു കൂടി പ്രതികരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം മസ്താനിയും നമ്മുടെ രണ ഫാത്തിമയും തമ്മിലുള്ള ഒരു ചർച്ച ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണയോട് മസ്താനി പറയുകയാണ്, മലയാളി പ്രേക്ഷകരുടെ മൈൻഡ് റീഡ് ചെയ്യുന്നതിൽ നിങ്ങൾ എല്ലാവരും പരാജയപ്പെട്ടു. മലയാളി പ്രേക്ഷകർ എല്ലായ്പ്പോഴും ഇമോഷൻസിന് വില കൊടുക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചിന്തിച്ചത്. നിങ്ങൾ ഒരാളെ മാത്രം കോർണർ ചെയ്തു, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ നിരന്തരമായിട്ട് ഗെയിം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പ്രേക്ഷകർ അനുമോളെ ഏറ്റെടുത്തു. അതാണ് സംഭവിച്ചത്. അപ്പോൾ വളരെ ജാള്യതയോടുകൂടി രണ ഫാത്തിമ തിരികെ പ്രതികരിക്കുകയാണ്, എനിക്കും അത് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അതറിഞ്ഞാണ് കളിക്കുന്നത് എന്ന്. എപ്പോഴാണ് ഇത് അറിഞ്ഞ് കളിക്കുവാൻ തുടങ്ങിയത്? വൈൽഡ് കാർഡ് വന്ന് കയറിയപ്പോൾ, അല്ലാതെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. രണ ഫാത്തിമ ശരിക്കും ഒരു വേട്ടമൃഗമാക്കി വെച്ചിരുന്നത് അനുമോളെ തന്നെയാണ്. രാവിലെ മുതൽ രാത്രി വരെയും അനുമോളെ വേട്ടയാടുക എന്നുള്ളൊരു ലക്ഷ്യത്തിനപ്പുറത്ത് മറ്റൊരു കോണ്ടന്റും ഇല്ലായിരുന്നു. ആ രണ ഫാത്തിമ ഇപ്പോൾ പറയുകയാണ്, അനുമോളെ സംബന്ധിച്ച് ഇവിടെ വന്നു കയറി ഇത്രയും ദിവസമായിട്ടും ഒരു കോണ്ടന്റ് കൊടുക്കുകയോ ഒരു തരത്തിലുള്ള സ്ട്രാറ്റജി മെനയുകയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അനുമോൾ ഇങ്ങനെയായി തീർന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ മസ്താനി വീണ്ടും അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടിയാണ് അവരെ അങ്ങനെ ആക്കി മാറ്റിയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സത്യത്തിൽ രണ ഫാത്തിമയുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒരു സാധ്യതയുമില്ലല്ലോ എന്ന് തോന്നിക്കുമാറുള്ള മുഖഭാവമാണ്. അപ്പുറത്ത് ആര്യൻ, അക്ബർ, ജിസേൽ അവരുടെ ചർച്ച നടക്കുന്നുണ്ട്. ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, അനുമോൾക്ക് പുറത്ത് മാരകമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളൊക്കെ അല്ലേ സാറന്മാരെ കൊണ്ടുവന്നെത്തിച്ചത്. രണ ഫാത്തിമ പറഞ്ഞതിൽ ഒരു കാര്യം അംഗീകരിക്കാം, അനുമോൾക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാനോ വലിയൊരു ഗെയിം സ്ട്രാറ്റജി കൊണ്ടുവരാനോ ഒന്നും പറ്റിയിട്ടില്ല. അനുമോൾ ഒരു സാധാരണക്കാരിയായ കണ്ടസ്റ്റന്റ് മാത്രമാണ്, അല്ലാതെ ഒരു വലിയ ഗെയിമർ ഒന്നുമല്ല. പക്ഷേ അവരെ നമ്പർ 1 ആക്കി മാറ്റുന്നതിൽ നിങ്ങൾ ഉത്സാഹിച്ചു. നിങ്ങൾ പിറകിന് നടന്ന് കോണ്ടന്റ് ഉണ്ടാക്കി ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ ഗെയിം പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എന്ത് സ്ട്രാറ്റജി ആയിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങൾക്കുണ്ടായിരുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വേട്ടമൃഗമാക്കി മാറ്റുകയും പുറകിന് നടന്ന് വേട്ടയാടിക്കൊണ്ടേയും ഇരിക്കുക. അപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കണമായിരുന്നു മലയാളി പ്രേക്ഷകർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇമോഷൻസിന് വില കൊടുക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ 6 സീസണുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും, മലയാളികൾ എല്ലായ്പ്പോഴും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. 1ാം സീസൺ മുതൽ 6ാം സീസൺ വരെ ഈ സംഭവം തന്നെ കണ്ടു മനസ്സിലാക്കിയിട്ട് അതിനകത്തേക്ക് പോയ ആൾക്കാർ ഇതേ അബദ്ധം തന്നെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ എങ്ങനെയാണ് ഗെയിമർ എന്ന് പറയാൻ പറ്റുക? സമ്മതിച്ചു, അനുമോൾക്ക് ഗെയിമില്ല, സ്ട്രാറ്റജി ഇല്ല, അവർക്ക് ഗെയിം കളിക്കാൻ ഒട്ടും തന്നെ അറിയില്ല. അതുപോലെ തന്നെയായിരുന്നു നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്കും അവിടെ ഗെയിമില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആർക്കാണ് ഗെയിം ഉള്ളത്? ആർക്കാണ് സ്ട്രാറ്റജികൾ ഉള്ളത്? എല്ലാ ആൾക്കാരും ഒരൊറ്റ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അനുമോൾ എന്നൊരു അച്യുതണ്ടിന്റെ ചുറ്റിലും മാത്രം കറങ്ങുന്ന ഗ്രഹങ്ങളായി നിങ്ങൾ എല്ലാവരും മാറ്റപ്പെട്ടു. അതല്ലേ സംഭവിച്ചേ? പോട്ടെ, നിങ്ങൾ കോർണർ ചെയ്തോളൂ, നിങ്ങൾ ആക്രമിച്ചോളൂ, പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഒരു മനുഷ്യന് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയില്ലേ? നൂറ രണ ഫാത്തിമയ്ക്കെതിരെ ആദ്യ വെടി പൊട്ടിച്ചപ്പോൾ തന്നെ രണ ഫാത്തിമ മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു.
രണ്ടാമത്തെ അടി നിങ്ങൾക്കെതിരെ വന്നത് മസ്താനി എത്തിയപ്പോഴാണ്. മസ്താനി എന്തോ ഒന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ കട്ടിലിൽ വീണ് കിടന്ന് ഉരുണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള രണ ഫാത്തിമയാണ് അനുമോൾ എല്ലായ്പ്പോഴും കരയുകയാണ് എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞു നടന്നത്. രണ്ടാൾക്കാർ ആക്രമിച്ചപ്പോൾ ആ രണ്ടുപേരുടെയും മുമ്പിൽ പൊട്ടിക്കരഞ്ഞ രണ ഒന്ന് ഓർത്തു നോക്കണം, ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അനുമോളെ തന്നെ ആക്രമിക്കുമ്പോൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? സ്വാഭാവികം, ആർക്കും കരച്ചിൽ വന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കരച്ചിൽ റാണിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇനിയിപ്പോൾ അനുമോളെ കരച്ചിൽ റാണി എന്ന് പരിഹസിക്കുന്ന ഓരോ ആൾക്കാരെയും ഇതുപോലെ ഒന്ന് ടാർഗറ്റ് ചെയ്തു നോക്ക്. ആ വീട്ടിൽ ഇതുപോലെ മറ്റാരെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ? അനീഷിനെതിരെ നല്ല ഒന്നാന്തരം അടിയടിച്ചുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങിയത്. പക്ഷേ അയാൾ അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരയിട്ട് തന്നത്. അതിൽ കൂടി നിങ്ങൾ അടിച്ച് അയാളെ റോക്കറ്റ് പോലെ മുകളോട്ട് വിട്ടു. ഇപ്പോൾ അയാൾ ഫൈനൽ 5 ഏകദേശം ഉറപ്പിച്ചു നിൽക്കുകയാണ്. ഇത് തന്നെയാണ് അനുമോളുടെ കാര്യത്തിൽ സംഭവിച്ചത്. നിരന്തരമായി ആക്രമണം അഴിച്ചുവിടുക, സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെന്തെങ്കിലും തിരികെ പ്രതികരിക്കും. അവർ തിരികെ പ്രതികരിക്കുന്ന ആ വാക്കിനെ നിങ്ങൾ വീണ്ടും വീണ്ടും വളച്ചൊടിച്ച് അത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്ത് അതിൻ്റെ പേരിൽ വീണ്ടും അവിടെ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറകിന് നടന്ന് ചൊറിയുകയാണ്. ചൊറിയുന്ന സമയത്ത് അവർ പറഞ്ഞു, നീയൊക്കെ അനുഭവിക്കും, ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. ആ ഒരൊറ്റ വാക്ക് ഒരാഴ്ചത്തെ കണ്ടന്റ് ആയിരുന്നു. എന്താണ് സംഭവം? അനുമോള് പ്രാകുന്നു, ശപിക്കുന്നു. സത്യത്തിൽ ഇതൊക്കെ ചോദിച്ചു വാങ്ങിക്കുന്നതല്ലേടേ? എന്തായാലും ഹോട്ട്സ്റ്റാറിന്റെ ഓണവിഭവം ഉണ്ടാക്കുവാനുള്ള വോട്ടിംഗ് റിസൾട്ട് വന്നതോടുകൂടി എല്ലാ ആൾക്കാരും ഒരുമാതിരി എലി പോയി അടിവില്ലിൽ വീണതുപോലുള്ള അവസ്ഥയിലായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ചെയ്യാൻ ഒന്നു മാത്രമേ ഉള്ളൂ, അനുമോളെ വിട്ടുപിടിക്കുക. ഏകദേശം ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അക്ബർക്ക് വൈൽഡ് കാർഡ് വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അതുകൊണ്ട് അതിനുശേഷം അനുമോൾക്കെതിരെ പരസ്യമായിട്ടൊരു പ്രതികരണത്തിനോ ഒരു ചൊറിച്ചിലിനോ അക്ബർ പോകാൻ തയ്യാറായിട്ടില്ല. അയാളുടെ ഗെയിമുമായിട്ട് വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂട്ടുകാരനുണ്ടല്ലോ അപ്പാനി, ഈ അപ്പുക്കുട്ടന് ഇതുവരെയും കാര്യം പിടികിട്ടിയിട്ടില്ല. എന്നാൽ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തായിരിക്കുന്ന ഈ അപ്പിക്കുട്ടനോട് പറഞ്ഞു കൊടുക്കണ്ടേ അക്ബർ, അവൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ലാതെ ചൊറിയാൻ പോകരുത്, ചൊറിഞ്ഞാൽ കൂടുതൽ ഓട്ടായിട്ടത് മാറും, നിന്റെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അവൻ നടന്ന് ചോദിക്കുകയാണ് ഓരോരുത്തരുടെ പിന്നാലെ, ഇന്നത്തെ എൻ്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഞാൻ ഓക്കെ ആയിരുന്നില്ലേ? ഇങ്ങനെ പോയാൽ ഞാൻ ഫൈനൽ 5 വരെ എത്തുമല്ലോ അല്ലേ? ഇത് പോരെ? ഈ കളിയൊക്കെ പോരെ? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്ന ആ ഗതികേട്. ഇനിയിപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി, എടാ നീയും ഞാനും ആടാ ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം വെറുതെ അലപ്പറ ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം ഗെയിം സ്വിച്ച് ചെയ്ത മനുഷ്യനാണ് സ്വന്തം കൂട്ടുകാരനോട് പറയുന്നത്, ഇതേ ട്രാക്കിൽ തന്നെ ഓടിക്കോ, ഒരു പ്രശ്നവും ഇല്ല എന്ന്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, അക്ബർ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അക്ബർ വളരെ കൃത്യമായിട്ട് സ്ട്രാറ്റജികൾ മെനയുന്നുണ്ട്. കൂടെ നടക്കുന്നവനെ പോലും എങ്ങനെ വെട്ടണമെന്ന് അയാൾക്ക് കൃത്യമായിട്ട് പ്ലാനിങ്ങുകളുണ്ട്. എന്തായാലും അയാൾ ട്രാക്കിലേക്ക് എത്തി എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന 2 മാസം BB ഹൗസിനകത്ത് നല്ല കളികൾ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അക്ബർ മാത്രമല്ല കേട്ടോ, മിക്കവാറും ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ബിഗ് ബോസ് അനുമോൾക്ക് പണി കൊടുത്ത് പുറത്ത് കളയാതിരുന്നാൽ തുടർന്ന് സമാധാനത്തോടെ അവിടെ നിന്ന് പഴിച്ചു പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ കത്ത് വായിച്ച് എല്ലാവരും കേട്ടതിന് ശേഷം ആകപ്പാടെ ആ വീട്ടിൽ ഒരു സന്തോഷം ഫീൽ ചെയ്ത മുഖം അത് അനീഷിൻ്റെത് മാത്രമാണ്. അനീഷ് പറയുന്നുണ്ട്, അനുമോൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഉണ്ടാക്കിക്കൊള്ളൂ. അപ്പോൾ അനുമോൾ പറയുന്നത്, നമുക്ക് പായസം ഉണ്ടാക്കാം. ഏത് പായസം ഉണ്ടാക്കണം? ഇല്ല, അനുമോൾക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കിക്കൊള്ളൂ. എന്തായാലും ഭയങ്കര സന്തോഷത്തോടെ അനുമോൾ ക്യാമറയിൽ പോയി സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസ് പായസം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ തരണമെന്ന്. വൈൽഡ് കാർഡുകൾ അകത്ത് കയറിയതോടുകൂടി അനുമോൾക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. തനിക്ക് പുറത്തൊരു കൂട്ടം ആൾക്കാർ സപ്പോർട്ടായിട്ടുണ്ട്, തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ അനുമോൾ കൂടുതൽ ഹാപ്പി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പഴിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് അനുമോളുടെ ഉത്തരവാദിത്തം. ബാക്കിയുള്ളതെല്ലാം നാട്ടുകാർ നോക്കിക്കൊള്ളൂ.